അയ്യോ അമ്മ അമ്മ പിടിക്കമ്മ പ്ലീസ് അമ്മ. ഇല്ല, അത് കടിക്കാത്ത മീനാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അതെന്താന്ന് വെച്ചാ പരീക്ഷ പഠിത്തം ഇതൊക്കെയായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി. പിന്നെ ഇപ്പൊ സ്കൂൾ അടച്ചു കേട്ടോ. ഇന്നോട്ടാണ് എൻ്റെ ശരിക്കുള്ള വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്താന്ന് വെച്ചാൽ ഇന്നോട്ടാണ് അച്ഛ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇന്ന് തൊട്ട് വെക്കേഷൻ സ്റ്റാർട്ടഡ്. അപ്പോഴത്തേക്കിൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കണ്ടല്ലോ, ഇന്നത്തെ മെസ്സിയും റൊണാൾഡോനെ ഒഴിച്ച് മറ്റേ പള്ളത്തി കുഞ്ഞുങ്ങളെ പിന്നെ സിലോപ്പിയനെ നമ്മൾ കിട്ടിയ പുഴയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവരും പുഴയിൽ കിടന്ന് അടിച്ചു പൊളിക്കട്ടെ. അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളം കളയുക. നേരെ കൃഷിത്തോട്ടത്തിലോട്ടാണ് നമ്മൾ പോണേ. ഓക്കെ, നമ്മൾക്ക് അങ്ങോട്ട് പോവാം. ബാ. ചീര, തക്കാളി, ഇഞ്ചി, മുളക് ഇത്ര ഉണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോഴത്തേക്കിലും നമ്മുടെ ഇവനെ കിട്ടിയിട്ടുണ്ട്, മെസ്സിനെ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് ഇടുവാണ്. ആൾഡോനെ പിടിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാൽ നോക്കാം. ഗൈസ്, അച്ഛ കൈ കൊണ്ട് തന്നെ എടുത്തോണ്ടിരിക്കുവോ ഗൈസ്. അച്ഛ സൂക്ഷിച്ച് കണ്ടോ ഗൈസ്. ഇത് കണ്ടോ, അവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട് ഗൈസ് ഇതിന്റെ സൈസ്. ഇവിടെ ചല്ലെങ്കിൽ ആവും മച്ചു. ആ മെസ്സി ചത്ത പോലെ കിടക്കുന്നവൻ. എന്തൊക്കെ കഷ്ടപ്പാടാണ് നോക്കടേ. വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ജീവിതമേ ഒരു കഷ്ടപ്പാടാണ്. ആ ജീവിതം മുന്നേറി വരണമെങ്കിൽ കുറെ കഷ്ടപ്പാട് പെടണം ഗായ്സ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ജീവൻ വളരെ ചെറുതാണ്. ജീവൻ വളരെ ചെറുതാണ്. ജീവ നമ്മൾ ടാങ്കിൽ ഇട്ടേക്കുന്നുണ്ട്. വിമാനം അധികം വളരുന്നില്ല, പുഴയിലാണെങ്കിൽ നല്ലതായിട്ട് വളരും. ഗായ്സ്, അങ്ങനെ നമ്മൾ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അച്ഛൻ ഇവര് ഇപ്പൊ തന്നെ പെട്ടെന്ന് ചാവുന്ന പോലെ കിടക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടാക്കിക്കോട്ടോ. ഗൈസ്, ഞാൻ ഒരു ചെമ്മീനെ പിടിച്ചു ഗൈസ്. ഞാൻ ചെമ്മീനിട്ടു ഗൈസ്. ഓക്കെ, ഞങ്ങള് ബാക്കിയുള്ളവരെ പുഴയിൽ റിലീസ് ചെയ്യാൻ പോവാട്ടോ ഗൈസ്. അപ്പോഴത്തേക്കിലും ഫിഷ് ടാങ്കിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ പരിപാടിയാണ്. ഇവരെ നമ്മൾക്ക് കുളത്തിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യണം. ഞാനൊന്ന് ഇവര് എന്ന് വെച്ചാൽ പള്ളത്തി കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ നോക്കിയതാ. ഒരെണ്ണം എൻ്റെ കൈക്കിട്ട് കുത്തി ഗൈസ്. അപ്പോഴത്തേക്കിലും ഞങ്ങൾ അവിടുന്ന് ഫിഷിനെയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആക്റ്റീവാണ് അവർ. കുറച്ച് നേരം കഴിഞ്ഞാൽ കൂടുതൽ ആക്റ്റീവ് ആയിക്കോളും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. അപ്പോഴത്തേക്കിലും ഞങ്ങൾ പോവാണ്. ഫിഷ് ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ റെഡിയാണ്. ഇനി പുഴയെ കൊണ്ടുവിടാൻ പോകട്ടോ. ഇതുണ്ടോ, സ്റ്റാർട്ട് ചെയ്തു. മാലാഖയിലാട്ടോ നമ്മൾ പോണ. മാലാഖ എന്ന് വെച്ചാൽ ചേതക്ക് അമ്മേൻ്റെ ഗിഫ്റ്റ്.
വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഗൈസ്, അപ്പോഴത്തേക്കിലും ഇവിടെയാണ് ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കിലും ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഇതിനകത്ത് കുറേ ഉണ്ട്. കണ്ടോ അവിടെ കണ്ടോ. അപ്പോഴേക്കും ഇവരായിട്ട് അവര് ഫ്രണ്ട്സ് ആയിക്കോളും. അപ്പോഴേക്കും ഇവരെ കൂടിക്കൊണ്ട് പോവാണ്. എന്താന്ന് വെച്ചാൽ ഇവര് ഈ വെള്ളത്തിനോട് ഒന്ന് സെറ്റ് ആവണം, എന്നാലും ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടേ കേട്ടോ. അത് കുറച്ച് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. പാവം ആ ജീവൻ പേടിച്ചിരിക്കും ആകെ. പക്ഷെ അവര് ഭയങ്കര ഹാപ്പിനെസ്സിലോട്ടല്ലേ പോകുന്നത്. ഗൈസ്, അങ്ങനെ പതുക്കെ നമ്മൾക്ക് റിലീസ് ചെയ്യാട്ടോ. എന്റെ കാലി തോത്തുന്നു. ഗൈസ്, ഇതുണ്ടോ ഒരു വലിയ മീൻ? അതാണ് നമ്മുടെ ജീവൻ. അങ്ങനെ അവര് പോയി. ഇപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഗൈസ്.